വാഴക്കൊല എടുക്കട്ടെ? വാഴക്കൊലൊന്നും വേണ്ട സാറേ, നമ്മുടെ വീട്ടിലായി ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, എത്രയ്ക്ക് നിർബന്ധമാണെങ്കിലും ഒരു 1.5 കിലോ തൂക്കിയെടുത്തു. ഇവിടെ ഒരു പുസ്തകത്തിന്റെ പേരാ അതെടുത്ത് വേണമെങ്കിൽ അത് കൊണ്ട് വായിക്കും. ഇത് തനിക്ക് എഴുത്തുകാരെ ഒന്നും പ്രശസ്തരായ ആൾക്കാരെ അറിയാത്തത് ഓടക്കുഴൽ കിട്ടിയ പുസ്തകം വേണമെങ്കിൽ തരാം. എവിടെ എടുത്തു? ഇതാണോ ഓടക്കുഴൽ കിട്ടിയ പുസ്തകം? ആ ആട്ടുകല്ല് പോലെ ഇരിക്കുന്ന പുസ്തകമാണ്. ഇത്രയും സംഭവം എഴുതിയിട്ട് ഒരു ഓടക്കുഴൽ മാത്രമേ കൊടുത്തുള്ളൂ. ഒരു 10,000 രൂപ കൊടുക്കാറില്ലേ പുള്ളിക്ക്? അത് അവാർഡാണ്. ഓടക്കുഴൽ കിട്ടിയ കൃതി അതാണ് ഈ സാധനം. ഇതൊക്കെ വായിക്കണം. ഇത് തനിക്ക് എഴുത്തുകാരെ ആരെയും പരിചയമില്ലല്ലോ. എനിക്ക് എഴുതാരെ പരിചയം. എം ടി വാസുദേവൻ നായർ, എം മുകുന്ദൻ, സുഗതകുമാരി, മാധവിക്കുട്ടി, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ബാലേന്ദ്രൻ വലിയ കുറ്റി, എന്തോരം സൃഷ്ടികൾ എഴുതുന്ന മഹത്തായ എഴുത്തുകാരുണ്ട്. ഇവരെയൊക്കെ തനിക്ക് അറിയാൻ വയ്യ. എഴുത്തുകാരെ അറിയില്ലേ ആരെയും? ഇല്ല, ഇവരെ ശരിക്കും അറിയില്ല. സാറിന് അറിയാവുന്ന ആൾക്കാരൊക്കെ എനിക്കറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അല്ല, എഴുത്തുകാരെ ആരെങ്കിലും പരിചയമുണ്ടോ? പിന്നെ രാജേന്ദ്രൻ, തോമസ് ഊട്ടി, വർഗീസ്, ഇവിടെ ഉമ്മർ, ലില്ലി ഒക്കെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരല്ലേ? ഇവരൊക്കെ എന്തോ എഴുതുന്ന ആൾക്കാരാ? എന്തോ എഴുതുന്ന ആൾക്കാരാണെന്നോ? രാജേന്ദ്രൻ ഞങ്ങളുടെ അവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോ മതിലെഴുതുന്നത് അവനാ. ഈ ഉമ്മർ എന്ന് പറഞ്ഞവൻ റേഷൻ കടയിൽ കണക്കെഴുതുന്നതാ. ഈ ലില്ലിക്കുട്ടി ഉഗ്രനായിട്ട് കണ്ണെഴുതുന്നതാ. വർഗീസ് അതുപോലെ തന്നെ വണ്ടിയുടെ നമ്പറൊക്കെ എഴുതുന്ന ഒരാളാ. അതുപോലെ ഞങ്ങളുടെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരാ. നിങ്ങളുടെ നാട്ടിൽ സാർ അറിയില്ലല്ലോ. നിങ്ങളുടെ നാട്ടിൽ ബാക്കി എല്ലാവരും എഴുത്തുകാരാ, നീ ഒരുത്തനെ വായനക്കാരനായിട്ടുള്ളൂ. അതെ. ഹലോ, ഹലോ, ആരേത്? ഇങ്ങോട്ട് വിളിച്ചിട്ട് ആരാന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് എന്തോ പറയും. കുഞ്ഞെ ഇത് ലൈബ്രറിയാ. ലൈബ്രറിയാണോ? ലൈബ്രറിയൻസ് അല്ലേന്ന് ചോദിച്ചു. CD ഒക്കെ എടുക്കുന്ന സ്ഥലം. എന്തോന്ന്? വീഡിയോ എടുക്കുന്ന സ്ഥലം? ലൈബ്രറി, പുസ്തകങ്ങൾ, വായനാശീലം ഉള്ളവർക്ക് ആവശ്യമായ നിഘണ്ടു, ഖണ്ഡകാവ്യങ്ങൾ, കവിതകൾ, അക്ഷര ശ്ലോകങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വി ഹാവ് എ ഗുഡ് കളക്ഷൻ ഓഫ് ബുക്സ്. നിങ്ങൾ ലൈബ്രറിയൻ കോഴ്സ് ചെയ്താണോ? ലൈബ്രറിയൻ അങ്ങനെ കോഴ്സ് ഒന്നും അല്ല. നമ്മൾ കോഴ്സ് ഇറക്കുന്നതല്ലോ കാര്യമായിട്ട്. അല്ലെങ്കിൽ ഒരു വിവരമില്ലാത്ത കൊച്ചു വിളിച്ചിട്ട് എന്തൊക്കെ ഇതിനങ്ങനെ കോഴ്സൊന്നും ഇല്ല. നമ്മള് രാവിലെ വന്ന് താക്കോലിട്ട് തുറക്കുക, അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക, ആൾക്കാർ ചോദിക്കുന്ന ബുക്കൊക്കെ കൊടുക്കുക. കുട്ടി ഡെയിലി പത്രം വായിക്കുന്ന സ്വഭാവം ഉണ്ടോ കുട്ടിക്ക്? പത്രം വായിക്കാറുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. പിന്നെ പത്രം വായിക്കാതെ അതിനെ കഴിക്കാൻ പറ്റുമോ? ഓഹോ, മോളെ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കല്ലേ മോൾക്ക് ഇതൊക്കെ വേണം. നമ്മുടെ പുസ്തക വായനയിലൂടെയാണ് നമ്മുടെ സ്വഭാവ ശുദ്ധി വരുന്നത്. ഇപ്പൊ ഒരിത്തിരി തർക്കുത്തരം പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ടല്ലോ മോൾക്ക്. അപ്പൊ പുസ്തകം വായന ഒരു ശീലമാക്കണം. ഇപ്പൊ ഞാൻ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ബാബു ആന്റണിയുടെ ചന്ത, അതുപോലെയുള്ള നോവലുകളൊക്കെ വായിക്കണം. ബാബു ആന്റണിയുടെ ചന്ത, കീരിക്കാടൻ ജോസിന്റെ അമിട്ട്, ഇതൊക്കെ വായിക്കൂ. അതില് സമാധാനത്തിന്റെ എന്ത് സന്ദേശങ്ങളാണ് ആ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത്. മോക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരിയുടെ പേരെന്ന് പറയാമോ? എഴുത്തുകാരുടെ പേരോ? അങ്ങനൊന്നുമില്ല, ആരും എഴുതിയാലും വായിക്കും. നിങ്ങൾ എഴുതിയവരെ വായിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ. ആണോ? ഞങ്ങൾ എഴുതിയവരെ വായിക്കും. അവസാനം ആരും ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ സംസാരിച്ചാൽ പൊട്ടുന്ന ലെൻസ് ഏതാണെന്ന് അറിയാമോ? എന്താ? സംസാരിച്ചാൽ പൊട്ടുന്ന ലെൻസ് ഏതാണെന്ന് അറിയാമോ? ഇല്ല, അറിയില്ല, പറയൂ. അല്ല, വലിയ വായനയാണല്ലോ. പത്രം വായിച്ചെങ്കിൽ എന്നൊക്കെ ചോദിച്ചാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വായിക്കാറില്ല. മനുഷ്യന്മാര് വായിക്കുന്ന കാര്യങ്ങൾ വായിക്കാറില്ല. അല്ല, ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഇല്ല എന്ന് പറഞ്ഞല്ല, പിന്നെന്താ വീണ്ടും ചോദിക്കണേ? അല്ല, മോളെ ചൂടാണ്ടാരെന്തിരിക്കണ്? ലൈബ്രറിയെ കുറിച്ചിട്ട് വെറുതെ ഇവിടെ കണ്ണീരും കയ്യും ആക്കണ്ട കേട്ടോ. ഞാൻ കരയും, കരഞ്ഞ് ബഹളമാക്കും ഞാൻ, അതുകൊണ്ടാ കേട്ടോ. ആ മോളെ, സംസാരിക്കാനൊക്കെ കുറച്ചുകൂടെ ഡീസന്റ് ആവണം കേട്ടോ. എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഈ കരയുന്ന ആൾക്കാരോടൊന്നും ഡീസന്റ് ആയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇല്ല, അപ്പൊ ഒരു മോൾക്ക് വായനാശീലം മുൻനിർത്തി ഞങ്ങൾ 1-2 പുസ്തകങ്ങളൊക്കെ അയച്ചു തരാമായിരുന്നു. ഉത്തരം പറഞ്ഞെങ്കിൽ ഏകാലും ഉത്തരം പറഞ്ഞില്ല. പുസ്തകങ്ങൾ വേണ്ട, ഇങ്ങനെ വിവരദോഷികൾ അയച്ചു തരുന്ന പുസ്തകം വായിക്കാണ്ടിരിക്കുക നല്ലത്. ആയിക്കോട്ടെ, അപ്പൊ വിളിച്ചത് വളരെ സന്തോഷം, തൃപ്തിയായി. എനിക്കും വെടിക്കെട്ടിനിടയിൽ പട്ടി വെട്ടുപോയ പോലെ ആയിപ്പോയി. എങ്ങോട്ടാ ഓടണേന്നറിയാതായിപ്പോയി കേട്ടോ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ഇവിടെ സന്തോഷം. ഒരേ 5 മിനിറ്റ് ഒന്ന് ഇവിടെ നോക്കി ഇരിക്കാൻ പോകുന്നു. നോക്കിയിരിക്കാൻ എന്താ ഇത്? ആരെങ്കിലും വന്നൊന്ന് നോക്കണം. അർജന്റ് ആയിട്ടൊരു കാര്യമുണ്ട്. ഓക്കെ.